Hello friends, welcome to my YouTube channel Share Tips. ഞാൻ ബിനോയ്. ആക്ച്വലി ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് അല്ലെങ്കിൽ 4-5 അല്ല മാക്സിമം 6 ഇയേഴ്സിലേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന ഒരുപാട് സ്റ്റോക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആക്ച്വലി റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയേഴ്സാണ് ഇനി മുന്നോട്ട്, നെക്സ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. കാരണം അടുത്ത 2 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രോഫിറ്റിൻ്റെ 5 ഇരട്ടിയോ 4 ഇരട്ടിയോ ലാഭം കിട്ടേക്കാവുന്ന ഒരുപാട് കമ്പനീസ് നിലവിലുണ്ട്. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് 3-4 വർഷം കഴിഞ്ഞാൽ കിട്ടാവുന്ന കമ്പനീസ്. ആക്ച്വലി നമുക്കൊക്കെ ഒരുപാട് സ്റ്റോക്ക് മിസ്സായി പോയിട്ടുണ്ട്. 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പ്രൈസ് ഇരട്ടിയോ അതിലോ ഉപരി ഡിവിഡൻഡായിട്ടോ ബോണസായിട്ടോ കിട്ടിയിട്ട് 5 കൊല്ലം വളരെ പേഷ്യൻസോട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് കിട്ടും. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ടും ബോണസായിട്ടും എല്ലാം കിട്ടുന്ന ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള സ്റ്റോക്ക് കണ്ടാൽ വരെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് FISഉം DISഉം റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ. FISഉം DISഉം ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ആ കമ്പനിക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് 10 ഇരട്ടി കാണിക്കും. ആ സമയത്ത് നമ്മൾ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി 1 lakh ആണെങ്കിലും 10 lakh ആണെങ്കിലും അത് 1 കോടിയോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞാൽ വരെ റീറ്റെയിൽ ഇൻവെസ്റ്റ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യില്ല. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റ് പൊതുവേ ഒരാഴ്ച പോലും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. മറിച്ച് FIS അങ്ങനെ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് മാക്സിമം അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നവരെ അവരെ ഹോൾഡ് ചെയ്തിട്ടേ ആ സ്റ്റോക്ക് വിൽക്കുള്ളൂ. DIS ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഈവൻ വെറ്ററൻ ഇൻവെസ്റ്റേഴ്സ് ആയ രാകേഷ് ജുൻജുൻവാലയൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. ഇതുകൊണ്ടാണ് ഇവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപ കിട്ടാവുന്നതും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും നഷ്ടമാവുന്നതും ഈ ഒരു റീസൺസിന് മാത്രമാണ്. ഹോൾഡ് ചെയ്യേയില്ല. 2 രൂപ കുറയുമ്പോഴേക്ക് ഫുൾ ടെൻഷനായിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് വിറ്റ് കളയും. ഞാൻ പലപ്പോഴും പറഞ്ഞ ഉദാഹരണം തന്നെ ഒന്നും കൂടെ പറയുകയാണ്. രാകേഷ് ജുൻജുൻവാല ടൈറ്റാൻ സ്റ്റോക്ക് അത് വെറും വാച്ച് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന സമയത്ത് വാങ്ങിയ സ്റ്റോക്കാണ്. അവരത് കംപ്ലീറ്റ് ജ്വല്ലറി സെഗ്മെൻറ്റിലേക്ക് കടന്ന് വേറൊരു ലെവലിലേക്ക് കമ്പനി പോകുമ്പോൾ അതിന് മനസ്സിലാക്കിയിട്ട് കൊല്ലങ്ങളോളം ഒരു ബെനിഫിറ്റ് കിട്ടാൻ ഹോൾഡ് ചെയ്ത് അതിന് ഫുൾ ബെനിഫിറ്റ് കിട്ടി വിറ്റ ഒരാളാണ് രാകേഷ് ജുൻജുൻവാല. ഒരു എക്സാമ്പിൾ മാത്രം പറയുന്നത്. നമുക്ക് മുന്നിൽ അങ്ങനത്തെ ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഒന്ന് ആർവിനിൽ ഞാൻ പറയാം, 30 രൂപയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ആർവിനിലിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് റിയൽ റിലേറ്റഡ് സ്റ്റോക്ക് ആയിട്ടല്ല നമ്മൾ ആർവിനിൽ കണ്ടത്, അതിനുപരിയാണ്. റിയൽടെലും നിക്കോണൊക്കെ റിയൽ റിലേറ്റഡ് സ്റ്റോക്കാണ്. ഡെഫിനറ്റ് അതിനൊക്കെ ബെനിഫിറ്റ് കിട്ടും റിയൽ ഡെവലപ്പ് കഴിയുന്നത് വരെ. പക്ഷെ അതുക്കും മേലുള്ള കമ്പനിയാണ് ആർവിൻ. എൻ്റെ 6ാമത്തെ 4ാമത്തെ വീഡിയോ തന്നെയാണ് അത് ആർവിൻ നെക്സ്റ്റ് LNT ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രീമിയം സ്റ്റോക്കായി മാറിയിട്ടുണ്ട്. ഇപ്പം FISഉം റീറ്റെയിലേഴ്സും DIS ഒക്കെ അത് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ്. നമുക്കറിയാം റീറ്റെയിൽ ഇൻവെസ്റ്റ് അറിയാം, ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കണക്കിന് ആളുകളെ സംബന്ധിച്ചോളം ലക്ഷക്കണക്കിന് സ്റ്റോക്ക് ഷെയർസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ ഇവരോട് ചോദിച്ചാൽ അറിയാവുന്ന കുറച്ച് ഷെയർസ് പറയാൻ വേണ്ടി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഷെയർസാണ് SBI, HUL, റിലയൻസ്, അങ്ങനത്തെ കമ്പനീസാണ് എല്ലാവരും പറയാം. അതുപോലെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് മൾട്ടി ബാഗ് റിട്ടേൺ തരാവുന്ന ഒരു സ്റ്റോക്കാണ് IOC. ഈ ഒരു സ്റ്റോക്കിന് പ്രത്യേകം ദിവസം നോക്കുമ്പോൾ 10%-20% കയറി പോകണ കാണില്ല. സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റ് പറയാം, അപ്പോൾ എനിക്ക് ആ സ്റ്റോക്ക് മിസ്സായിപ്പോയി, കാരണം ഞാനത് 100 രൂപ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു,
3 മാസം കൊണ്ട് ആ ഷെയർ 400 രൂപയിലേക്ക് പോയി എന്ന് പറയും. അങ്ങനത്തെ ഒരു മൊമെൻറ്റും ഒന്നും കാണിക്കാതെ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് അനുസരിച്ചിട്ടും അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചും അതിൻ്റെ ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് മാത്രം മെല്ലെ നമ്മൾ അത് കയറുന്ന അറിയില്ല. അങ്ങനത്തെ സ്റ്റോക്കാണ് ഈ IOC. ആക്ച്വലി ഇത് ദീപാവലി ഗിഫ്റ്റായിട്ട് മൈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് തംബ്നെയിൽ കൊടുത്ത് ഇട്ട വീഡിയോ ആണ് IOC. ഏകദേശം 85-86 ലെവലിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇന്ന് 176 റുപ്പീസിലുണ്ട്. സ്റ്റിൽ ചീപ്പാണ്. ഞാനത് ചീപ്പാന്ന് പറയാനുള്ള കാരണം ഈ ഒരു കമ്പനിയിൽ വരാൻ പോകുന്ന എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും 3 years 4 years കഴിഞ്ഞിട്ടാണ്. ഇവർ ഇറക്കിയ പ്ലാന്റ് ഇതൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ട് അത് ബെനിഫിറ്റിലേക്ക് വരുമ്പോൾ വന്നാൽ മാത്രം ഇതിന് ഫുൾ പ്രോഫിറ്റ് കാണിക്കാൻ പറ്റില്ല. ആ ലെവൽ എത്തുമ്പോഴേക്ക് ഈ റേറ്റിലൊന്നും സ്റ്റോക്ക് കിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, വേറെ ഉദാഹരണം പെട്രോജൻ LNG ആണ്. പെട്രോജൻ LNG സ്റ്റോക്ക് IPO ലിസ്റ്റിംഗ് വരുമ്പം അവർക്ക് ഒരു ബിസിനസ്സും ഇല്ല. ജസ്റ്റ് ഒരു 2 ദാഹേറ്റിലുള്ള പ്ലാന്റ്, കൊച്ചിയിലെ പ്ലാന്റ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അതൊരു 3 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അറിയാം. അറിഞ്ഞിട്ടും ഞാനടക്കം പല ആൾക്കാരും വാങ്ങിയിട്ടില്ല. അത് 10 രൂപ ഫേസ് വാല്യൂ വന്ന സ്റ്റോക്ക് 20 രൂപയിലേക്ക് പോയി തിരിച്ച് 12 രൂപയിലൊക്കെ 1-2 കൊല്ലം കിടന്ന സ്റ്റോക്കാണ്. ഇന്നത് 300 രൂപയിൽ മേലെ ബോണസും ഡിവിഡൻ്റൊക്കെ കൊടുത്തിട്ട് അത് ഇപ്പോഴും ആ റേറ്റിലാണ് അത് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് IOCയെ സംബന്ധിച്ചോളം IOCയിൽ പ്രധാനപ്പെട്ട് 3-4 കാര്യങ്ങളുണ്ട്. ഞാൻ കണ്ട 3-4 കാര്യങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ ബേസിലാണ് ഞാൻ എങ്ങനെയാണ് RVNL കണ്ടത്, അതുപോലെ തന്നെ എന്ത് ബേസിന് IOC ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആകാൻ പോകുന്ന ഉള്ള കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും കൂടെ അത് ഓക്കെയാണ്, ഞാൻ പറയുന്നത് കറക്റ്റാണ്, ഇതിന് മൾട്ടി ബാഗർ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് 5 രൂപക്കോ 10 രൂപ ലാഭത്തിന് കൊടുക്കാതെ വളരെ പേഷ്യൻസോട് കൂട്ടിയിട്ട് കൺവിക്ഷനോട് കൂട്ടിയിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടും. ഒരു ഓവറോളായി നമ്മൾ IOC നോക്കുകയാണെങ്കിൽ 30 രൂപ EPS ഉള്ള, അതായത് 326% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് EPSൽ കാണിച്ച 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇൻഡസ്ട്രിയൽ PEൻ്റെ പകുതി 6 ഇൻഡസ്ട്രിയൽ PE കിടക്കുന്ന ഒരു സ്റ്റോക്ക് ഓൾറെഡി ഗ്രീൻ ഹൈഡ്രജൻ സ്പേസിലേക്ക് എൻ്റർ ചെയ്ത കമ്പനി, ഓൾറെഡി ഗ്രീൻ ഹൈഡ്രജൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത ഒരു കമ്പനി. ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ ഫ്യൂച്ചർ ഫ്യൂൽ എന്ന് പറയുന്നത്, ഗ്രീൻ ഹൈഡ്രജൻ്റെ മേലുള്ള പ്രശ്നങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ, എന്നിരുന്നാലും എന്തായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. എല്ലാ രാജ്യങ്ങളും കൂടെ തന്നെ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വളരാനുള്ള അവസരം. അത് ചെറിയുള്ള ഹിൻഡ്രൻസസ് ഒക്കെ നീക്കി വെച്ചാൽ ഗ്രീൻ ഹൈഡ്രജൻ എന്തായാലും വന്നേ പറ്റും. അതുവരെ നമ്മൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. കാരണം ഓൾറെഡി ഒരുപാട് കമ്പനീസ് ഗ്രീൻ ഹൈഡ്രജൻ കിടക്കുന്നുണ്ട് പറഞ്ഞാൽ വരെ ആരും അതിനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ IOC ഓൾറെഡി ഇതിന് പ്ലാന്റ് ഇറക്ട് ചെയ്ത ഏക കമ്പനിയാണ്. പിന്നെ ഇന്ത്യയിലെ റെസ്പെക്റ്റഡ് കമ്പനിയാണ് ഓൾറെഡി OMC ആണ്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, പല ആൾക്കാരും BPSൽ വാങ്ങും HPSൽ വാങ്ങുന്ന പോലെ IOC പറ്റി അങ്ങനെ പറയുന്നത് കേൾക്കാനില്ല. HPSലും BPSലും IOCയും ഒരു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി OMC കമ്പനീസാണ്. പക്ഷേ IOC അതിക്കും മേലെയാണ് കിടക്കുന്നത്. ഈ RVNL പറഞ്ഞ മാതിരി മറ്റെല്ലാം റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കാണ്. IOC RVNL അതിൻ്റെ പുറമെ ഇന്ത്യയുടെ പുറത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വർക്കും എടുക്കുന്ന ഒരു കമ്പനിയാണ്. റെയിൽവേയിൽ ഡിപ്പെൻഡ് ആയ കമ്പനിയല്ല. അതുപോലെ തന്നെ IOC എന്ന് പറഞ്ഞാൽ നിയർ ഒരു MNC അല്ല, OMC അല്ല, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി അല്ല. HPSലും BPSലും സ്റ്റിലാണ്. ഈ OMC കമ്പനിൻ്റെ പൊട്ടൻഷ്യൽ പുറമെ IOCയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഗ്രീൻ ഹൈഡ്രജൻ അത് ഇപ്പോൾ ഒന്നുമില്ല. അത് വരാൻ പോകുന്നത് 2024, 2025, 2028 ആകുമ്പോഴേക്കാണ് അതിന് ഫുൾ പൊട്ടൻഷ്യൽ വരുന്നത്. നമ്മൾ ആ സമയത്ത് വാങ്ങാൻ പോയി നോക്കുമ്പം ഇത് ചിലപ്പോൾ 1000 റുപ്യ ഉണ്ടാവും, ഫേസ് വാല്യൂ ഒന്നും ഉണ്ടാവും, അതായത് 10,000 റുപ്യ ആയിട്ടുണ്ടാവും. അതിന് മുന്നേ വാങ്ങി കൈവശം വെക്കണം. ഡിവിഡൻറ്റ് സൂപ്പർ ഡിവിഡൻറ്റ് 7 രൂപ ഡിവിഡൻറ്റ് എനിക്ക് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ എക്സ്റ്റേജ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 12 രൂപ ഡിവിഡൻറ്റ് കൊടുത്ത കമ്പനിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് 30 മുതൽ 40 രൂപ പെർ ഷെയർ ഡിവിഡൻറ്റ് IOC തന്നിരിക്കും. ഇതിൽ വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ അപ്കമിങ് പ്രൊജക്ട്സ് ആണ്. IOCൻ്റെ അപ്കമിങ് പ്രൊജക്ട്സിന് പാനിപ്പട്ട് റിഫൈനറി 25 MMTPA മെട്രിക് ടൺ പെർ ആനം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പാനിപ്പട്ട് റിഫൈനറി പാനിപ്പട്ടിൽ ഡിസംബർ 2025 അതുപോലെ തന്നെ ബരൂണി റിഫൈനറീസ് 9 MTPA കപ്പാസിറ്റി ഉള്ളത് ഈ ഡിസംബർ 2024
അതുപോലെ തന്നെ ഗുജറാത്ത് റിഫൈനറി 18 MTM കപ്പാസിറ്റിയുള്ള സാധനം, അത് ഈ ഒക്ടോബർ 2024. അപ്പോൾ 2024 2 റിഫൈനറിൻ്റെ ഫുൾ പ്രൊജക്റ്റ് കഴിയും. അതുകൊണ്ട് 2025 പാനിപ്പട് റിഫൈനറി പ്രൊജക്റ്റ് കഴിയും. ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് കിട്ടുക 6 മാസം ഇറക്റ്റ് ചെയ്തതിന് ശേഷം 6 മാസം 7 മാസം കഴിഞ്ഞാൽ ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 2025 മുതലാണ് കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ആയി വരാം. ഓൾറെഡി പ്രോഫിറ്റുള്ള കമ്പനിയാണ്. ഇത് 10 ഇരട്ടി ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് പുറമെ അവർ ഷിപ്പിംഗ് ജോയിൻറ്റ് വെഞ്ചർ വരുത്തിയിട്ടുണ്ട്. അത് അവരുടെ ഫ്രൈറ്റ് കോസ്റ്റ് കുറയ്ക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയിൽ IOC ഓൾറെഡി ഉണ്ട്, പെട്രോ കെമിക്കൽ ബിസിനസ്. ആ പെട്രോ കെമിക്കൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊജക്ട്സ് കൊണ്ടുപോകാൻ പോവാണ്. അത് 2025 2025 ആ പെട്രോ കെമിക്കൽ പ്രൊജക്റ്റ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ 2025 ലാസ്റ്റ് മുതലായിരിക്കും, 2026 മുതലായിരിക്കും. പിന്നെ 30 CBG പ്ലാൻസ് ഇന്ത്യയിൽ മൊത്തം സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അതിന് പുറമെ 30,000 മുതൽ 50,000 വരെയുള്ള ഒരു കാപ്പക്സ് പ്ലാൻസ് ആണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ ആണ് യഥാർത്ഥത്തിൽ ഈ കമ്പനീൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. മേ ബി ഓൾറെഡി 2-3 പ്രാവശ്യം ബോണസ് എന്ന കമ്പനിയാണ്. ഇനിയും 2025 1:1 ബോണസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2028 വേറൊരു ബോണസും കൂടെ കിട്ടും. നിങ്ങൾ 1000 ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 2028-29 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 1000 ഷെയർ വാങ്ങിയതെങ്കിൽ 4,000 ഷെയർ ആവാൻ ചാൻസ്. 1:1 ബോണസ് 2025 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 2025 വേറെ 1:1 ബോണസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 1000 ഷെയർ 2,000, 4,000. ഈ 4,000 മേലെ സംടൈംസ് സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ അതും കിട്ടും. ഇതിലൊക്കെ ഇപ്പോൾ 4,000 ഷെയറിന് മേലെ ഡിവിഡൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം ഒരു 30 റുപ്പീസാണ്. ചിലപ്പം 30 or 40 ഒക്കെ കിട്ടും. കാരണം BPSലൊക്കെ ഓൾറെഡി 59 റുപ്പീസാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. 30 രൂപയുള്ള ഡിവിഡൻറ്റ് നിങ്ങൾക്ക് 1000 ഷെയർ ഇപ്പം വാങ്ങിക്കഴിഞ്ഞാൽ 4,000 × 30 1,20,000 റുപ്യ 2029-2030 മുതൽ നിങ്ങൾക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടും. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ 1,70,000 രൂപയാണ്. പിന്നെ ചെറിയ ബ്രേക്ക് ഔട്ടും ഓൾറെഡി സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവേ പറയുകയാണ് ബുക്ക് വാല്യൂ 336.63 ഡെപ്റ്റ് ടു ഇക്വിറ്റി കുറഞ്ഞ് 0.67 ആയത്. 1 കുറഞ്ഞ് 0.67 ആയതുണ്ട് ഈ ക്വാർട്ടറിൽ. ഹൈ പെട്രോസ്കി സ്കോർ 7 കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് ഗവൺമെൻറ് 51.5%, FIRs 8%, DIRs 29.6%. മൊത്തം 89% പ്രൊമോട്ടേഴ്സിൻ്റെയും FIRസിൻ്റെയും DIRസിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കയ്യിലുള്ളത്. റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ 11% സ്റ്റേക്കേ ഉള്ളൂ. ഇത്ര ചീപ്പായിട്ടുള്ള സ്റ്റോക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഈ ഒരു റേറ്റിൽ കിട്ടാന്ന് വെച്ചാൽ അത് വാങ്ങി വെക്കണം. ചിലപ്പോൾ താഴാണെങ്കിൽ അതൊക്കെ ഓപ്പറേറ്റേഴ്സിൻ്റെ കളി മാത്രമാണ്. അവർക്ക് അതിന് സ്റ്റോക്കിനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് വേണം റീറ്റെയിലേഴ്സിനെ കൊണ്ട് കൊടുപ്പിക്കാൻ. ഡിവിഡൻഡ് ഈൽഡ് 12% ഓൾറെഡി കൊടുക്കുന്ന കമ്പനിയാണ്. പിന്നെ 2041 IOC ടാർഗറ്റ് ചെയ്യുന്നത് $1 ട്രില്യൺ റവന്യൂ 2041 വരുമെന്നാണ് IOC എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2041 വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ലെവൽ എവിടെയായിരിക്കും? അതിൽ 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാൽ തന്നെ ഈ എല്ലാ പുതിയ പ്രൊജക്ട്സിൻ്റെ പ്ലാൻ വരും. അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാൻ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ്റെ ആ ഒരു പോസിറ്റീവ് ന്യൂസും കൂടെ വന്ന് തുടങ്ങണമെങ്കിൽ മൊത്തത്തിൽ വേൾഡ് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നു വരുന്നത് 2 കൊല്ലം സമയം അതിന് കൊടുത്തേ പറ്റും. കാരണം അത് പുതിയ ഒരു ന്യൂ ജനറേഷൻ ഫ്യൂവൽ പ്രൊജക്റ്റാണ്. അതായത് ഭാവി ഫ്യൂച്ചർ വരാൻ പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ AI ഒക്കെയാണ്. ഇതൊക്കെ കണ്ടേ പറ്റൂ. കാരണം ഈ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ഗ്രീൻ ഹൈഡ്രജൻ വരണം. അതിന് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അത് വന്നിരിക്കും. സോ അത് മുന്നിൽ കണ്ടിട്ടെങ്കിലും IOC വാങ്ങി ഹോൾഡ് വെച്ചാൽ ഡബിളിന് ഡബിൾ 10 ഇരട്ടി വരെ കിട്ടും. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 lakh or 2 lakh ഇൻവെസ്റ്റ് ചെയ്താൽ ഭാവിയിൽ ഡിവിഡൻ്റായി തന്നെ എമൗണ്ട് കിട്ടിയിട്ട് സുഖമായി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ RBLനെ പറ്റി ചോദിക്കാൻ സംശയങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. 1000 റുപ്യ ആയിരിക്കും. ഫണ്ടമെൻ്റൽ ബേസിലാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി റണ്ണപ്പ് ചെയ്തുകൊണ്ടും സ്ട്രക്റ്റ് വാല്യൂഷൻ ആണ്, കുറച്ച് കറക്ഷൻ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അപ്പോൾ RBLനുമായി തന്നെ മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന അടുത്ത സ്റ്റോക്കാണ് IOC.
അത് നിങ്ങൾക്ക് ഡിവിഡൻ്റ് ആയിട്ടും ബോണസ് ആയിട്ടും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഇൻകം ഡബിളോ ട്രിപ്പിളോ ആക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ് എപ്പോഴും പൈസ സ്റ്റോക്ക് മാർക്കറ്റ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം തന്നെ ചെറിയ ചെറിയ ലാഭത്തിൽ വിൽക്കാതെ നല്ല ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണ് ഹോൾഡ് ചെയ്യണം. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്വന്തം പഠിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പേർട്ടായ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള പൈസ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. SIP ഒക്കെ ഇൻവെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇടുന്നതിന് പകരം അത് ഡെഫിനറ്റായിട്ടും അത് വലിച്ചിട്ട് ഈ നല്ല ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് IOC മാതിരിയുള്ള ആർമിലിൻ്റെ മാതിരിയുള്ള ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ. ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഇതൊക്കെ ടാറ്റ പവറൊക്കെ വേറെ ലെവലിലേക്ക് പോകും. 1000 റുപ്പീസിലേക്ക് എന്തായാലും പോകും. നിങ്ങൾ സേഫ് ബെറ്റാണ് ടാറ്റ പവറൊക്കെ. 5 പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോരാ. അത്രയും ഫേമസ് കമ്പനിയല്ലേ. അപ്പം അങ്ങനെ അവസരം മുന്നിലുണ്ടാകുമ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട പൈസയൊക്കെ വലിച്ച് അതിലിടാം. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കിനും ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും ടാറ്റ പവർ ആണെങ്കിലും IOC ആണെങ്കിലും അറിവിലാണ് നിങ്ങൾ കിട്ടും. സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യു പേഷ്യൻ ലിസണിങ്. താങ്ക് യു.